കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ എന്ന ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരമാണെന്ന് ചാർത്തിരിക്കണത്. അരക്ക് കീഴ്പ്പെട്ട മത്സ്യത്തിൻ്റെ രൂപത്തിലും അരക്ക് മേൽപ്പെട്ട മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരക്ക് കീഴ്പ്പെട്ടുള്ള മത്സ്യത്തിൻ്റെ രൂപം നല്ല ഇങ്ങനെ കസവിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് മത്സ്യത്തിൻ്റെ രൂപ വാരൊക്കെ നിളക്കേണ്ടത് തോന്നുന്നു. അങ്ങനെ നല്ല രസമായിട്ട് അരയിലേക്ക് ഇങ്ങനെയുണ്ട്. പൊന്നുണ്ണി കണ്ണനാണല്ലോ മത്സ്യാവതാരം മൂർത്തിയായിട്ട് നിൽക്കുന്നത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല, ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോട് കൂടിയാണ് മത്സ്യാവതാരമൂർത്തി നിൽക്കുന്നത്. ശംഖുചക്ര ഗദാപത്മത്തോടുകൂടി. ശംഖുചക്ര സ്വർണത്തിൻ്റെ കൊടുത്തിന് ഗദ ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖുചക്ര ഗദാപത്മത്തോടു കൂടി ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി മത്സ്യാവതാരമൂർത്തി എന്നെന്നും രക്ഷ തരാമെന്ന് ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് ചാർച്ച ചെയ്ത് കാണാൻ കേട്ടോ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ ആ താമര, തുളസി, തെച്ചിയായിട്ടൊരു തിരുമുടിമാല, വെളുത്ത പൂവും തുളസിയായിട്ടൊരു തിരുമുടിമാല, കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, ഒന്ന് തെച്ചി, തുളസി, വെളുത്ത പൂവ്, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഒന്ന് വെളുത്ത പൂവും തെച്ചി പൂവും മാത്രമായിട്ടുള്ളത് ഒന്ന്. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളും ചാർത്തിരിക്കുന്നത്. മത്സ്യാവതാരമൂർത്തിയെ കാണാൻ നല്ല കൗതുകമുണ്ട്. ഈ തിരുമുടിമാലകളൊക്കെ മുകളിൽ വിധാനമായിട്ട് 4, 5, 6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂവും തെച്ചിയപ്പൂവും ഇങ്ങനെ ഇടകലർന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരെണ്ണം. പിന്നെ താമരയും തുളസിയായിട്ട് ഒരെണ്ണം. പിന്നെ താമര മാത്രമായിട്ട് ഒരെണ്ണം. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് ഒരു 3 എണ്ണം. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ മത്സ്യാവതാരമൂർത്തി 4 കൈകളോടുകൂടി മഹാപ്രഭു നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണ. വീടും ഭാരവും ഓർത്തിടാതിടയിലുൾ ഊണില്ലാതിടയ്ക്കൊക്കെയും പാടും പിള്ളേരുമാടിടും ഹലിയുമായി കൂടിക്കളിച്ചങ്ങനെ മാടും മേച്ചു വനത്തിലോടി നെടുവീർപ്പിടും വിയർത്തും മുഖം വാടും കൃഷ്ണനെ യാതരാൽ വിശറിയാൽ വീശുന്നതെന്നാണു ഞാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിന ശംഖചക്ര കഥാപത്മത്തോടുകൂടി അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് മത്സ്യാവതാരമൂർത്തി നിൽക്കുന്നത് കേട്ടോ. ആ മത്സ്യാവതാരമൂർത്തിയുടെ രൂപം മനസ്സിൽ വിചാരിച്ച് ആ തൃപ്പാദത്തിൽ വീണകിട് നമസ്കരിക്കുക. കണ്ണൻ ഗുരുവായൂരപ്പനെ ആശ്രയമുള്ളൂ നമുക്ക് എന്നുള്ളത് ഉറപ്പോടുകൂടി ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക. തൃപ്പാദം 2 മുറുകെ പിടിക്കുക. എന്നിട്ട് തിരുമുഖ കമലം നോക്കുക. പുഞ്ചിരി തൂക്കി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ. ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ തിരുമുഖം നോക്കി സന്തോഷത്തോടു കൂടി നമുക്ക് ഉറക്കാം നാമം ജപിക്കാം. എന്ത് അലങ്കാരമായിരുന്നു, അത്ര കണ്ട് ഭംഗിയാണ് ആ ശ്രീലകത്ത്. എല്ലാം നമുക്ക് ഭക്തന്മാരായ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറി മാറി കളഭാലങ്കാരങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനെ ആ അലങ്കാരം നോക്കി നമുക്ക് ഉറക്കം നാമം ജപിക്കല്ലേ. പൊന്നുഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.